ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ടാ ഞണ്ട് ഫ്രൈ, ഞണ്ട് റോസ്റ്റ്. റോസ്റ്റ്. കടിക്കും നമുക്ക് കൈ മാത്രം വേണം. സൂപ്പർ ഞണ്ട്. എല്ലാവരും സാധാരണ ഞണ്ടിനെ സ്റ്റീം ചെയ്തതിന് ശേഷം മാത്രമാണ് നന്നാക്കാറ്. പക്ഷെ ഇവിടെ അച്ഛൻ അതിനൊന്നും നിന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഞണ്ടിനെ പുഴുങ്ങുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇത് ഈസി ആയിട്ട് ഇതിൻ്റെ ജോയിൻ്റ് വിട്ടുപോരും, അപ്പോൾ നമുക്ക് സുഖമായിട്ട് നന്നാക്കാം. പിന്നെ അവരുടെ കടിയും കിട്ടില്ല, അങ്ങനെ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം പുഴുങ്ങുന്നത്. ഇവിടെ അച്ഛൻ അതിനൊന്നും കാത്തു നിൽക്കുന്നില്ല. ആദ്യം തന്നെ കണ്ട ഇത് ഇങ്ങനെ കടിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പാർട്സും പൊളിച്ച് ഇങ്ങനെ നന്നാക്കി തുടങ്ങി. ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ അടുത്തുള്ള പുഴയിൽ നിന്നല്ല അച്ഛനത്തെ പോലെ ഞണ്ടുകൾ, വലിയ വലിയ ഞണ്ടുകളൊക്കെ ചെമ്മീൻ കെട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോഴേ കൊണ്ടുവരാറുണ്ട്. അന്നോട്ട് ഞാൻ ഇതുപോലെ ഞണ്ടെല്ലാം എല്ലാ കാലം പോയ രണ്ടാമത് വരും കേട്ടാ. രണ്ടാമത് മുളക്കില്ല, ഞണ്ടിന്റെ രണ്ടാമത് മുളക്കില്ല. ഈ വലിയ കാലം വരും, ഏത് കാലം. അവിടെ നീരാളിയുടെ വരും. അങ്ങനെ നന്നാക്കേണ്ട വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് അച്ഛൻ ഇവരെ അടുക്കളയിൽ വെച്ച് പോയി. ഇനി കുക്കിംഗ് ആണ്. കുക്കിംഗ് അമ്മയുടെ മാത്രം കുത്തകയാണ്. പിന്നെ നമ്മളിതിലില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ട് സഹായിക്കാനും കഴിച്ച് സഹായിക്കാനും മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. പണ്ട് മുതലേ ഇതുപോലെയുള്ള കുക്കിംഗ് എല്ലാം അമ്മ അടുപ്പിലാട്ടം ഉണ്ടാക്കുക. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അങ്ങനെ നല്ല അടുപ്പിൻ്റെ ചൂടിൽ വെന്ത് വഴറ്റിയെടുത്ത സവാളയും തക്കാളിയും അമ്മയുടെ സ്പെഷ്യൽ മസാലക്കൂട്ടുകളും കൈപ്പുണ്യം എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ മെയിനായ ഞണ്ടിനെയും അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്തു. ഇനി കുറച്ചധികം നേരം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നല്ലോണം വഴറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ അവൻ ഇവിടെ കിടന്ന് അങ്ങോട്ട് വേവട്ടെ കേട്ടോ. പിന്നെ ഞാനും അമ്മയും ചേട്ടനും അച്ഛനും നവിയും, അതായത് എൻ്റെ അനിയനും എല്ലാവരും കുറച്ച് നാട്ടുവിശേഷം വീട്ടുവിശേഷം എല്ലാം പറയാനായി ഉമ്മറത്തേക്ക് പോയിരുന്നു. നല്ല മഴയും കണ്ട് ഇവനിവിടെ വന്നു ഏവണ വരെ ഞങ്ങൾ വീടിൻ്റെ ഉമ്മറത്ത് പോയി നല്ല നല്ല വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ഇതാ ഉച്ചയായി, സമയമായി. ഇതുപോലെ സ്പെഷ്യൽ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ വിശപ്പ് വരുന്നത് പോലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഞാൻ റോസ്റ്റ് മാത്രമാണ് സ്പെഷ്യൽ. അല്ല, ചെമ്മീൻ കൂട്ടാനുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി പപ്പടമുണ്ട്. അപ്പോൾ ഞാൻ നല്ല വിഭവസമൃദ്ധമായ നോൺ വെജിറ്റേറിയൻ സദ്യ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഞണ്ട് പ്രിയന്മാരുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.